കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി കൊട്ടേഷൻ ബലാത്സംഗത്തിനിരയായി അതിൻ്റെ വിചാരണ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. 6 പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവും 50,000 രൂപയുടെ പിഴയുമാണ് കോടതി ചുമത്തിയിരിക്കുന്നത്. ഈ കേസ് നടന്ന ദിവസം മുതൽ, ഇതിന് ആധാരമായ സംഭവം നടന്ന ദിവസം മുതൽ ഈ കേരളത്തിൻ്റെ പൊതുമനസ്സ് ഈ വിഷയത്തോടൊപ്പം സഞ്ചരിക്കുകയും അതിന് ആക്രമണത്തിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി സധൈര്യം മുന്നോട്ട് വന്ന് പരാതി നൽകുവാനും കേസുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ശ്രമിച്ചത് നമുക്കേവർക്കും അറിയാം. കേരളത്തിൽ ധാരാളം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും പെൺവാണിഭങ്ങളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നൊരു നിത്യസംഭവമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു കേസ് നടക്കുന്നത്. സൂര്യനെല്ലി കേസ് ഏതാണ്ട് 25 വർഷത്തിനു മുമ്പ് കേരളത്തിൽ നടന്ന, ഒരുപക്ഷെ പുറം ലോകമറിഞ്ഞ ആദ്യത്തെ ഒരു പെൺവാണിഭ സംഭവമായിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടി ഏതാണ്ട് 44 ദിവസം 40-ലേറെ ആളുകൾ നിരന്തരമായി കൊണ്ടു നടന്ന് പീഡിപ്പിക്കുകയും 44 ദിവസങ്ങൾക്ക് ശേഷം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് പോവുകയും ചെയ്ത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ആ മാതാപിതാക്കൾ നടത്തിയ ഒരു വലിയ നിയമ പോരാട്ടവും അവിടെയും പ്രധാനപ്പെട്ട പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ചില ആളുകൾക്ക് ശിക്ഷ കൊടുത്തുകൊണ്ട് അത് അവസാനിച്ചത് നമുക്കറിയാം. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേസിൽ ഇത്രയും പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അത് പുറത്തേക്ക് വന്ന് ഞാനാണ് ഇരയാക്കപ്പെട്ടത്, ഞാനാണ് അതിക്രമത്തിന് ഇരയായതെന്നും ഇതിൻ്റെ വേണ്ട നേതൃത്വം കൊടുത്ത ആളുകൾ ഒരു കാരണവശാലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ലെന്നും ഉറക്കെ ചിന്തിച്ചുകൊണ്ട് അത് പുറത്തു പറയാൻ ധൈര്യം കാണിച്ചു. ഇനി ഒരാൾക്കും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിക്രമത്തിന് ഇരയായ അതിജീവിത പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, സിനിമാ മേഖലയിൽ ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ മേഖലകൾ വളരെ ആവേശത്തോടുകൂടി അല്ലെങ്കിൽ കലാകാരികളായ കലാശേഷിയുള്ള ആളുകൾക്ക് കടന്നു വരാനുള്ള ഇടങ്ങളല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. 8 വർഷക്കാലം നീണ്ടുനിന്ന കോടതികളിലെ വിചാരണകൾ ഓരോ സന്ദർഭവും നമ്മൾ ഓർക്കുന്നുണ്ട്, ഓരോ ദിവസവും നമ്മൾ ഓർക്കുന്നുണ്ട്. മലയാളികൾ ഇത്രയേറെ പിന്തുടർന്ന മറ്റൊരു കേസ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അത്രയേറെ പ്രാധാന്യമുള്ളൊരു കേസിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആരാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല. വഴിയെ പോയ ഒരാൾ നടത്തിയ ഒരു ആക്രമണമല്ല, അർദ്ധരാത്രിയിലോ വഴിവക്കിലോ നിന്ന് സന്ദർഭം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കിട്ടുകയും അതിനെ പീഡിപ്പിക്കുകയും ചെയ്തൊരു സംഭവമല്ല ഇത്. മറിച്ച് വളരെ ആസൂത്രിതമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തി ആക്രമിക്കുവാൻ ഉദ്ദേശിക്കുന്ന വാഹനമടക്കം രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് ആ കേസ്, ഈ അതിക്രമം കാണിച്ചത്. പിന്നീട് കോടതിയിൽ നടന്ന കഥകളും നമുക്കറിയാം. നിരവധി തവണ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് ഓരോ തവണയും ആളുകൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇരയാക്കപ്പെട്ട പെൺകുട്ടി അത് കോടതി മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട്, ജഡ്ജിയുടെ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ പലതവണ പുതിയ അപ്പീലുകൾ കൊടുക്കുവാൻ നിർബന്ധിതമായി. ഈ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ അത് മൊബൈൽ ഫോണിൽ പകർത്തി, ക്യാമറയിൽ പകർത്തി മെമ്മറി കാർഡായി സൂക്ഷിച്ചിരുന്നു പ്രതി. കാരണം പിന്നീട് ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത ആളുകൾക്ക് സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തെളിവായി ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്തു. ആ മെമ്മറി കാർഡ് കോടതിയിൽ കൊടുത്തിട്ട് കോടതിയുടെ ഏറ്റവും സേഫ് കസ്റ്റഡിയിലിരുന്ന സാധനം, ആ മെമ്മറി കാർഡ് 4 തവണ അത് എഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി. അങ്ങനെ കോടതിയുടെ കൈവശമിരുന്ന തെളിവുകൾ അടക്കം പുറത്തേക്ക് പോവുകയും വലിയൊരു വിഭാഗം ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് ഈ കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറയുന്നു, എൻ്റെ മുഖം നിങ്ങൾ തിരിച്ചറിയണം,
ഞാൻ ഒളിച്ചിരിക്കുകയല്ല, ഞാൻ മുഖമില്ലാത്ത ആളുകളായി മാറുകയല്ല. ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് ജീവിതകാലം മുഴുവൻ ഒളിച്ചിരിക്കേണ്ടി വരികയും പ്രതികൾ സമൂഹത്തിലിറങ്ങി വിരാജിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞു, എനിക്ക് പുറത്തേക്കിറങ്ങി ഞാൻ മുഖം നഷ്ടപ്പെട്ടവളല്ല എന്ന് എനിക്ക് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ബർക്ക ദത്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെയും ലോകത്തും അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റിന്റെ മുമ്പിൽ ഇന്റർവ്യൂവിലൂടെയാണ് നടി ആരാണ് ആ നടി എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത്. അന്ന് നേരിട്ട അനുഭവങ്ങൾ, അതിനെ തുടർന്നുണ്ടായ മാനസികാവസ്ഥകൾ തുടങ്ങി എല്ലാ കാര്യവും അവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ പകൽ പോലെ വ്യക്തമായിരിക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഏറ്റവും അവസാനം വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളേവരെയും വിഷമിപ്പിക്കുന്നതാണ്. തെളിവുകൾ കൃത്യമായി കണ്ടെത്തുവാനും അത് കോടതിയിൽ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനും പ്രോസിക്യൂഷന് വലിയ വീഴ്ച വന്നിരിക്കുന്നതാണ് കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിനോടൊപ്പം അനുബന്ധ തെളിവുകൾ നശിപ്പിച്ചതും മറ്റ് കാര്യങ്ങളുമായി ചേർത്ത് നിരവധി പുതിയ കേസുകൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഒന്നിലും തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. ആ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. നമ്മൾ അതിജീവിതയോടൊപ്പമാണ്. കാരണം ഒരാളും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ആക്രമിക്കപ്പെട്ടിട്ട്, അത് തെരുവിലാണെങ്കിലും വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ട് ഒളിച്ചിരിക്കേണ്ടുന്ന ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒളിച്ചു പാർക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇനി ഈ കേരളത്തിൽ ഉണ്ടായിക്കൂടാ. നമുക്ക് വെളിയിലേക്ക് വന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും സമാന മനസ്കരായ ആളുകളെ കൈപിടിച്ചുയർത്താനുമുള്ള ഒരു സാഹചര്യമായി കൂടിയാണ് ഇത് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ പോരാട്ടം അവസാനിക്കുകയല്ല. നീതിപൂർവമായ ഒരു വിധി വരുന്നത് വരെ, അത് ഈ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് തൃപ്തിയാകുന്ന ഒരു വിധി വരുന്നത് വരെ, ഇതുപോലുള്ള വലിയ ബലാത്സംഗ കൊട്ടേഷൻ വീരന്മാരെ തുറങ്കിലടയ്ക്കുന്നത് വരെ, അത്തരക്കാർക്ക് വലിയ പാഠമാകുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം ശക്തമാക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിജീവിതയോടൊപ്പം നമ്മൾ ഒത്തുചേരുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് ഏവരെയും കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി സംസാരിക്കുവാൻ അഖിലേന്ത്യാ മഹിളാ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ ഒരാളെ ശ്രീമതി ഷൈല കെ ജോൺ ക്ഷണിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രത്യേക സംഘടനയുടെയോ ആഭിമുഖ്യത്തിലല്ല, ഈ വിഷയത്തോട് യോജിപ്പുള്ള മുഴുവൻ ആളുകൾക്കും കടന്നു വരാൻ പാകത്തിൽ ഒരു സംഘം വനിതകൾ ചേർന്ന് നടത്തുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു വലിയ സമരം നടത്തി ആശാ സംഘടനയുടെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, വിവിധ വനിതാ സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, അല്ലാതുള്ള മറ്റ് സമൂഹത്തിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അത്തരം പരിഗണനകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പരിഗണനകൾക്കും അപ്പുറത്തേക്ക് നീതി ഉറപ്പാക്കപ്പെടണം. നിയമം വ്യാഖ്യാനിച്ചാൽ മാത്രം പോരാ, അത് നീതി ഉറപ്പാക്കപ്പെടുകയും നീതി ലഭിക്കുന്നുണ്ട് എന്ന് സമൂഹത്തിൽ പരക്കെ ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്.